ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് എങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ഊണിലും ഉറക്കത്തിലും ഒക്കെ തന്നെ നിങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാകത്തുള്ളൂ. നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന്. ഫസ്റ്റ് പോയിന്റ്, ഒരു പെൺകുട്ടിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുക എന്നതാണ്. ഇടയ്ക്കിടെ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. എപ്പോഴും സെയിം ഗിഫ്റ്റുകൾ കൊടുക്കാതിരിക്കുക. അതായത് നിങ്ങൾ ആ ഒരു പെൺകുട്ടിക്ക് ചോക്ലേറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ എപ്പോഴും അത് തന്നെ കൊടുക്കാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഗേൾസിന് എല്ലാവർക്കും തന്നെ ഈ ജുമുക്കി കമ്മൽ, ചോക്ലേറ്റ്സ്, കീ ചെയിനുകൾ, കുപ്പിവളകൾ തുടങ്ങി ഈ സാധനങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് എന്താണോ ഇഷ്ടം ആ ഇഷ്ടങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ഓരോ തവണയും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഗിഫ്റ്റായിട്ട് കൊടുക്കുക. നിങ്ങൾ ഇങ്ങനെ പ്രൊഡക്ട്സ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടി വിചാരിക്കും, ഇന്നിവന് എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് തന്നു, നാളെ ഇനി എന്തായിരിക്കും തരിക എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും അവൾ ചിന്തിക്കുക. ഇങ്ങനെ ചിന്തിച്ച് നിങ്ങളോടൊരു അട്രാക്ഷനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. അതായത് എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രമായിട്ട് ആ ഒരു പെൺകുട്ടി ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയതിന് ശേഷം ആ ഒരു പെൺകുട്ടി എപ്പോഴും നിങ്ങളിലേക്ക് കുറച്ച് ക്ലോസ് ആയിട്ട് വരും. ഇതിലൂടെ അതൊരു പ്രണയബന്ധമായി മാറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്നതാണ്. ആ ഒരു പെൺകുട്ടിയുടെ വിഷമങ്ങളിൽ നിങ്ങളും പങ്കുചേരുക. എന്ത് വന്നാലും ഞാൻ കൂടെയുണ്ട് എന്നുള്ളൊരു വാക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഒരിക്കലും ആ ഒരു പെൺകുട്ടിയുടെ ഇമോഷൻസ് വെച്ച് നിങ്ങൾ ഒരിക്കലും അവളെ കളിയാക്കാതിരിക്കുക. ഗേൾസൊക്കെ പെട്ടെന്ന് തന്നെ വിഷമിക്കുന്നത് വളരെ ചെറിയ ഒരു കാര്യത്തിനായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരിയൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ചിരിയൊക്കെ വരാനുള്ള ഒരു പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. പക്ഷെ ചിരിക്കരുത്. ആ ഒരു വിഷമത്തിൻ്റെ ഒപ്പം, അതായത് ആ ഒരു പെൺകുട്ടിയുടെ വിഷമം, അതിനൊപ്പം തന്നെ നിങ്ങൾ അവളുടെ കൂടെ നിൽക്കുക. ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ ആ ഒരു പെൺകുട്ടി വിചാരിക്കും, ഈ ഒരു വ്യക്തി എത്ര നല്ലവനാണ്, എൻ്റെ സങ്കടങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങളിലൊക്കെ എൻ്റെ കൂടെയുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ലിസണിങ് ആണ്. ഏതൊരു പെൺകുട്ടിയെയും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു വേ എന്ന് പറയുന്നത് ലിസണിങ് ആണ്. ആ ഒരു പെൺകുട്ടി പല കാര്യങ്ങൾ പറയും, ഇതിൽ പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുക. അതായത് ആ ഒരു പെൺകുട്ടി എന്താണ് പറയുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. പക്ഷേ ഒരിക്കലും അവളെ വേദനിപ്പിച്ചുകൊണ്ടാകരുത്. നിങ്ങളിങ്ങനെ കുത്തുവാക്കുകളോ അല്ലെങ്കിൽ അവളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ആ ഒരു പെൺകുട്ടി കുറേ നാളിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കും ഒരു വിഷമമായിട്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. ആ ഒരു പെൺകുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക. മാക്സിമം ആ ഒരു ടൈമിൽ ഫോണൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. ഇങ്ങനെ ഫോണിലൊക്കെ മാറ്റിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് നല്ല ദേഷ്യം വരും. പിന്നെ അവിടെയും ഇവിടെയൊക്കെ നോക്കി ഇരിക്കാതിരിക്കുക. അതായത് ആ ഒരു പെൺകുട്ടി സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഇപ്പുറത്തേക്കൊക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ അവൾക്ക് നിങ്ങളോട് ദേഷ്യമായിരിക്കും ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു പെൺകുട്ടിയുടെ ഫേസിലേക്ക് നോക്കി അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ ആ ഒരു പെൺകുട്ടി നെഗറ്റീവ് ആയിരിക്കും പറയുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിനൊക്കെ ആ ഒരു പെൺകുട്ടി നെഗറ്റീവ് പറയും. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അതൊക്കെ തിരുത്തി കൊടുക്കണം. അതായത് അവൾ നെഗറ്റീവ് പറഞ്ഞാലും നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. ഇത്തരത്തിൽ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകളോട് എല്ലാവർക്കും ഒരു ആകർഷണം കൂടുതലാണ്. കാരണം ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായി ആ ഒരു പെൺകുട്ടി ആ കാര്യം ഓടി വന്നിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യും. ഈ ടൈമിൽ നിങ്ങളും നെഗറ്റീവാണ് പറയുന്നതെങ്കിലോ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കിട്ടത്തില്ല. അവളുടെ ഉള്ളിലും നിങ്ങളോട് ഒരു നെഗറ്റീവായിരിക്കും തോന്നത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ആ ഒരു പെൺകുട്ടി നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം തിരിച്ച് റെസ്പോൺസ് ചെയ്യുക.
ഇത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നും. കാരണം അവളുടെ ഉള്ളിൽ എന്ത് ടെൻഷൻ അല്ലെങ്കിൽ എന്ത് പേടി വന്നാലും ഓടി നിങ്ങളുടെ അടുത്ത് വരാമല്ലോ. ഈ ഒരു കാര്യം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടിക്ക് എന്ത് ടെൻഷൻ ഉണ്ടായാലും ആദ്യമേ ഓടി വരിക നിങ്ങളുടെ അടുത്തേക്കായിരിക്കും. ഇത്തരത്തിൽ ആ ഒരു പെൺകുട്ടീനെ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ആകർഷിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട 4 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മളിവിടെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.